ഈ കടല് കാണാൻ എന്തൊരു ഭംഗിയാടാ. ശരിയാടാ, നല്ല ഭംഗി. അല്ലടാ, എന്നെ കുറേ നാളായിട്ടുള്ളൊരു സംശയമാണ്. എന്താണ് നിന്റെ സംശയം? ഈ ബീച്ചിൻ്റെ അറ്റത്തൂടെ നടന്നാൽ നമുക്കങ്ങ് ഗോവ ചെല്ലത്തില്ലേ? അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് പോകാവും. അത് നമ്മൾ അപ്പം സമ്മതിക്കുമോ? അപ്പനെ കൊണ്ടൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം. നീ എൻ്റെ കൂടെ കട്ടയ്ക്കൊന്ന് നിന്നാൽ മതി. അതൊക്കെ ഞാൻ നിൽക്കാം. എൻ്റെ കടലമ്മേ, ഞങ്ങളുടെ ഈ ആഗ്രഹം നടത്തി തരണേ. ഡാ, ഞാൻ വേഗം വാ പോവാം. ഇന്ന് നമ്മൾ റാസിക്കട അടിച്ചോളി പാട്ടുള്ളതല്ലേ. വാടാ, വേഗം വാ, ഇപ്പം തുടങ്ങും. വെൺചിറകിൽ ഒരു കുഞ്ഞു താരം മിന്നിയോ, അത് മെല്ലെ മണ്ണിൽ വീണുവോ. രാവിൽ മാറിലത് തേങ്ങവേ ഉണരും രാക്കിളികൾ കേട്ടുവോ. കൂട്ടാൻ പൂനില തിങ്കളും വന്നേ, ഉള്ളം കയ്യാലെ കോരിന നെറുകിൽ പൊന്മുത്തം നൽകവേ. കാണാ ദൂരത്ത് ദൂരെയൊരു മുകിലിൻ വെൺചിറകിൽ ഒരു കുഞ്ഞു താരം മിന്നിയോ, അത് മെല്ലെ മണ്ണിൽ വീണുവോ. വെൺചിരാതിൽ തിരികൊളുത്തി പൊൻപുലരി വരവായി, ഉൾക്കിനാവിൻ താലമേന്തി മിഴികൾ നിൽപ്പൂ. ആറ്റിറമ്പിൽ കാറ്റ് കഴുകി പൂവിതൾ വിടരെ, പൈക്കിടാവോ ഞാറ്റുവയലിൽ നൃത്തമാടി. മോഹം വെറുതെ കിനാക്കളായി മാറിയോ. അതിരില്ല തീരങ്ങൾ തേടി പോകാം. മുന്നോട്ട് നീങ്ങുന്ന വഴിയിൽ പിന്നോട്ട് പായുന്ന കാഴ്ചകൾ വരും കാലമോർമ്മകൾ മാത്രം എന്നും. ദൂരെയൊരു മുകിലിൻ വെൺചിറകിൽ ഒരു കുഞ്ഞു താരം മിന്നിയോ, അത് മെല്ലെ മണ്ണിൽ വീണുവോ. രാവിൽ മാറിലത് തേങ്ങവേ ഉണരും രാക്കിളികൾ കേട്ടുവോ. കൂട്ടാൻ പൂനില തിങ്കളും വന്നേ, ഉള്ളം കയ്യാലെ കോരിന നെറുകിൽ പൊന്മുത്തം നൽകവേ. കാണാ ദൂരത്ത് ദൂരെയൊരു മുകിലിൻ വെൺചിറകിൽ ഒരു കുഞ്ഞു താരം മിന്നിയോ, അത്
ആവൂ സമാധാനമായി. ആ അച്ചു നിക്ക്, ഞാനിപ്പോ വരാം. ഞാൻ ഇവിടെ ഉണ്ടാവും. റാഫിക്ക ഇത്തവണത്തെ സൂഫിയും കവാരിയും റാഫിക്കയുടെ പെർഫോമൻസും അതിഗംഭീരമായി. ഞാൻ എപ്പോഴും അതിഗംഭീരമല്ലാതെ ആയിരിക്കുന്നേ. അങ്ങനെയല്ല, അപ്പൊ കാശ് കിട്ടിയിരുന്ന എനിക്ക് പോവായിരുന്നു. ക്യാഷായിട്ട് തന്നെ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യേണ്ടി വരും. എന്ത് പണ്ടാരമാണെങ്കിൽ ചെയ്യുവോ? ചെയ്യാം. കുറവുണ്ട്? ഒരു കുറവുമില്ല, ചെയ്തേ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഓ ആയിക്കോട്ടെ. ഓക്കെ. എന്താടാ ഓണോരൊക്കെ പോടാ, ഞങ്ങളില്ലടാ നിന്റെ കൂടെ. അവൾ പോയല്ലോടാ, അവളെ ആത്മാർത്ഥമായിട്ടല്ലടാ ശ്രമിച്ചത്. എന്നിട്ടും അവൾക്ക് മനസ്സിലായില്ലല്ലോ. ജീവൻ തന്നെ ഇപ്പൊ അവസാനിപ്പിച്ചാലെന്ന് തോന്നുന്നു. നീ അവളെ മനസ്സിന് വിട്. നീ വെറുതെ അതൊക്കെ ആലോചിക്കാതെ മനസ്സിലാക്കണം. എടാ, നമുക്ക് വിധിച്ചതാണെങ്കിലേ നമുക്ക് വരുള്ളൂ. നീ അതൊന്ന് മനസ്സിലാക്കി. പറ്റുന്നില്ല. അവര് പോട്ടെ, ഒരു കാര്യമില്ല. ഞാൻ പോവുക. എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ. ജീവിതം തന്നെ അവസാനിപ്പിച്ചാലും തോന്നുവാണ്. ഇവിടെ നിന്നും അവളുടെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരും. ആരോമലെ ആരോമലെ അവിടെ പോകാൻ പറയടാ. നീ ഇത് ഓഫാക്കടാ. നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നേ. ഞാൻ പോവും. നമ്മുടെ കയ്യിൽ നിക്കത്തില്ലടത്. നീ പോയി അമ്മാവനെ വിളിച്ചോട്ട് വാ. അച്ചു, എന്താടാ നീ വിഷമിച്ചിരിക്കുന്നത്? ഏയ്, ഞാൻ ആരോമലിൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. അവന്റെ എന്ത് കാര്യം നീ ആലോചിക്കുന്നത്? അവൻ അത്യാവശ്യം വർക്കൊക്കെ ഇല്ലേ ഇപ്പോ? പിന്നെന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പഴയ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ പേടിയാവുക. നീ ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും പറയല്ലേ, അതും ഇപ്പൊ പാതിരാത്രിയിൽ. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോ. നീ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇട്ട് വെക്കല്ലേ. ബാക്കി പറ, എനിക്കത് കേൾക്കാതെ ഉറക്കം വരില്ല. ഈ മൂഡിന് പറ്റിയതല്ലെങ്കിലും കുറച്ച് കളറായി തുടങ്ങുന്നതല്ലേ എൻ്റെ ശരി. ഇപ്പോഴത്തെ എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ മകനുണ്ടായൊരു സന്തോഷമാണ്, ആരോമലിൻ്റെ. അതിന് കാരണം ദേ ഈ നാടാ, അവൻ്റെ അമ്മാവൻ്റെ നാട്. റാഫിക്കറിയാലോ, അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവൻ എന്നോട് തീരെ മിണ്ടിയിട്ടില്ല. പിണക്കൊന്നും ഉണ്ടായിട്ടില്ല. പെങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴേ അവനൊരു അമ്മയുടെ സ്നേഹം കിട്ടും. ഇവിടെ അവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എൻ്റെ റാഫി, ഒരാന കുത്താൻ വന്ന ഞെട്ടുന്ന റിയാക്ഷൻ ഇടാൻ പറ്റാത്ത അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എല്ലാത്തിനും തുടക്കം ഇതാ ഇവിടുന്ന.
ഒന്നേറിയടാ എടാ അത് ഇവിടെ തറവാട് വീട്ടിന്റെ അടുത്തുള്ള പുതിയ വാടകക്കാരാ. ആ നീ അറിഞ്ഞില്ലേ? ആ ദേ കിടക്കുന്നു. പിന്നെയും പോയി. ആ കാറ്റല്ല, ഫാൻ കേടായിന്നാ പറഞ്ഞേ. പുതിയൊരു ഫാൻ വാങ്ങാൻ പറഞ്ഞ കേക്കില്ല. മുത്തച്ഛൻ്റെ ഓർമ്മയ്ക്കാണെന്ന് പറഞ്ഞത് കിട്ടിക്കോ. വെറുതെ വേഗം മേലോട്ട് പോയി. അല്ലെങ്കിൽ ഇവിടെ എല്ലാം തലതിരിഞ്ഞു. ഈ പകൽ സമയത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ വല്ല പിത്തവും പിടിക്കും. ആ ഇങ്ങനെ ഉറങ്ങുന്നതിനേക്കാളും നല്ല അതാ. ആ പുരാവസ്ഥ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു ഫാൻ വാങ്ങിച്ചുകൂടെ അമ്മയ്ക്ക്? അത് നന്നാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ അതുപോലത്തെ 10 വാങ്ങിക്കായിരുന്നു. അത് മാറുമെന്ന് മോള് വിചാരിക്കണ്ട. ഇത് നന്നാക്കാൻ ആളെ കിട്ടുന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, അപ്പൊ ഇവിടുത്തെ ഇലക്ട്രീഷ്യന്മാർക്ക് ഇത് സ്ഥിരം പണിയായില്ലേ? നീ വായിട്ടലക്കാതെ അപ്പുറത്തുനിന്ന് പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വടി കുടിക്കാനായിട്ട്. അപ്പൊ ഇവിടെ വെള്ളം ഇല്ലേ? എടി ആ ടാങ്ക് ഒന്ന് വൃത്തിയാക്കണം. അനിയങ്ങാനും വരുന്നുണ്ടോന്ന് നോക്കട്ടെ. തൽക്കാലം നീ പോയി എടുത്തിട്ട് വടി. അയ്യേ, ഞാനങ്ങ് പോവില്ല. ഒന്ന് പരിചയപ്പെട്ടിട്ട് കൂടിയില്ല. അത് സാരമില്ല, ഞാൻ പരിചയപ്പെട്ടതാ. ഞാൻ മീൻ മുറിക്കുന്ന നീ കണ്ടില്ലേ? നീ പോയി എടുത്തിട്ട് വാ. കൊടവെന്തി? കൊടവാ താഴെ ഇരിപ്പുണ്ട്. അമ്മയുടെ കാര്യം. ചേച്ചി, ചേച്ചി. ആരാ? ചേച്ചി, ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. എന്താ മോളെ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാ. അവിടെ ടാങ്ക് കഴുകുക. അഞ്ജലി എന്നല്ലേ പേര്? ഡിഗ്രിക്ക് പഠിക്കുവാ അല്ലേ? അമ്മ പറഞ്ഞു. അമ്മ മീൻ വെട്ടുമായിരിക്കും അല്ലേ? ചേട്ടന്മാർ രണ്ടുപേരും എന്തെടുക്കുവാ? അത് അമ്മ പറഞ്ഞില്ലേ. ഓ, തമാശക്കാരി. സീരിയലൊക്കെ കാണാറുണ്ടല്ലേ? ഇത് അമ്മ പറഞ്ഞതല്ല, ഞാൻ ഊഹിച്ചതാ. ചേച്ചി, ടാപ്പ് എവിടെയാ? ഇതീന്ന് എടുത്തോ. ചേച്ചി, വെള്ളമില്ല. അയ്യോ, മോളെന്നാ ഒരു കാര്യം ചെയ്യും. അകത്തോട്ട് കയറിയിട്ടേ ഇടത്ത് സൈഡില്ല മോട്ടറിന്റെ സ്വിച്ച്. മോളെ അഞ്ജലി, അത് സമയാസമയം പെൺപിള്ളേരായിട്ട് ഇടപാടിന്റെ കുഴപ്പമാണ്. പണ്ടേ മുതലൊരു പ്രേമൊന്നും അലർജിയാണല്ല. അത് ശരിയാട്ടോ. പണ്ട് നിനക്ക് ഓർമ്മ ഉണ്ടാ? ആ ദിവ്യയുടെ പിന്നാലെ ഞാൻ നടന്ന സമയത്തെ അവളുടെ ആംഗ്ല ചെക്കന്മാര് കൂട്ടുകാരന്മാരൊക്കെ തല്ലാൻ വന്നപ്പോ ഇവൻ നൈസായിട്ടൊക്കെ മുങ്ങി. പിന്നെ 3 ദിവസം ഞാൻ മൂത്രം പോലും പോവാതെ ഹോസ്പിറ്റലിൽ കിടന്നു. അതെന്നെ അറിയുന്ന 1-2 പേര് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോണ്ടല്ലേ ഞാൻ മുങ്ങി. എടാ, ആ സമയത്തല്ലേ കട്ടക്ക് കൂടെ നിൽക്കേണ്ടത്. എനിക്ക് കിട്ടാവുന്നതിൽ 2 അടിയെങ്കിലും കുറയില്ലായിരുന്നാ. എന്നിട്ട് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരാ വന്നത്? അതും ആംബുലൻസുമായിട്ട്. എന്തായാലും സംഭവം ഗംഭീരമില്ലേ? അമ്മയുടെ ചക്കയുടെ എന്താ അവളൊന്നും ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലേ?
പറ്റിയില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ആ അമ്മായി ചട്ടിക്കല്ലുമായിട്ട് വന്നിട്ട് തലയടിച്ച് പിടിച്ചപ്പോഴേ ആ പെൺകൊച്ച് ബോധമില്ലാണ്ട് കിടക്കുമായിരുന്നല്ലേ. അവന്റെ ഒരു അഭിനയം കണ്ട കണ്ട സമയത്ത് അമ്മായി വന്നത് ആ പെൺകൊച്ചിന്റെ ഭാഗ്യം. ഇവന്റെ തലയിൽ കുറച്ച് പോലുകൊണ്ടേ എനിക്കൊരു ഇറങ്ങലും കിട്ടിയാൽ മതിയായിരുന്നു. മടിയിലേക്ക് ഒരു പെണ്ണൂന്ന് ചാടിയത്. എന്റെ പൊന്നു നിർത്തിയേ. എന്താ? നീ ഒന്ന് പുറോട്ട് പോയേ. ആ നിന്റെ പൊറോട്ട അല്ല, കഥയുടെ പുറവശത്ത് വരാൻ. ആ നിർത്തിയ. ഇവൻ ബിംബി, ആരോമലിന്റെ കൂട്ടുകാരൻ. അതല്ല, അവന്റെ മീശ വീഴ്ചയാണോ? അവന് മീശ വളരില്ല. മെച്യൂരിറ്റി തോന്നാൻ വേണ്ടി വെച്ച് നടക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിലാണല്ലോ നിന്റെ ശ്രദ്ധ. നീ കഥയിൽ ശ്രദ്ധിക്കും. ആ യു കണ്ടിന്യൂ. നമ്മുടെ ആരോമലല്ലേ പോകുന്നത്? എടിയേ രജനി, ഓ എന്തോ മനുഷ്യ കിടന്ന് പോകുന്നേ? ഇത് നമ്മുടെ ആരോമലല്ലേ പോകുന്നത്? അതേലോ. ആ പയ്യനേതാ? ലക്ഷണം കണ്ടിട്ട് ഇവിടുന്നോ മേടിച്ചു കൂട്ടിയ പോലുണ്ട്. ഇനിയിപ്പം ജംഗ്ഷനിലെ പിള്ളേരുമായിട്ടുള്ള അടിയുടെ ബാലൻസ് വല്ലതും ആണോ, അതോ ഇനി പെണ്ണ് കേസ് വല്ലതും? നീ വാ മനുഷ്യ, നോക്കിട്ട് വരാം. ഓരോരോ പ്രശ്നങ്ങളോ. വാ കേറിട്ട് പോവാം. ഇല്ല, ഞാൻ പിന്നെ വരാം. യോ ഇതെന്തോ പറ്റിയതാ മോനെ? ഒന്നുമില്ല മേ, വണ്ടി ഒന്ന് തട്ടിയതാ. എവിടെ നോക്കിയാടാ നീയൊക്കെ വണ്ടി ഓടിക്കുന്നേ? അയ്യോ അമ്മ, ഈ ചേട്ടനല്ല, ഈ ചേട്ടൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്ത് പറ്റി ചേച്ചി? അയ്യോ ഏതോ വണ്ടി മുട്ടിയതാന്നേ. ഈ കൊച്ചന്റെ ആന്ന് ഓർത്തോണ്ട് ഞാൻ ഇതിന് ഏതാണ്ടൊക്കെ അങ്ങ് പറഞ്ഞു. അയ്യോ, ഇത് നമ്മുടെ സ്വന്തം കുഞ്ഞാ. ഇവിടുത്തെയോ? ആ എന്റെ ചേട്ടന്റെ മോനാ. ഓ ഞങ്ങളിപ്പോ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. ആളറിയാതെ ഓരോന്നൊക്കെ പറഞ്ഞതാ. സാരമില്ല. ഇതെന്ത് പറ്റിയേട്ടാ? ഒന്നുമില്ലടി, വണ്ടി ഒന്ന് തട്ടിയതാ. അല്ല, ഇടിച്ച വണ്ടി നിർത്താതെ പോയോ? തെറ്റെന്റെ ഭാഗത്താ. ചുമ്മാതല്ല, സൂക്ഷിച്ചു പോണം മോനെ. വണ്ടിക്ക് മാത്രമല്ല, ഇപ്പൊ മനുഷ്യർക്കും റിവേഴ്സ് ക്യാമറ വെക്കേണ്ട കാലമാ. ഇല്ലെങ്കിൽ മൂടും കൊണ്ട് പോവും. അല്ലടാ, എന്താ കാര്യം നീ അവനോട് ചോദിച്ചില്ലേ? ഇടി കൊണ്ട് ചോരോലിച്ച് നിൽക്കുന്ന അവനോട് ഞാൻ എന്ത് ചോദിക്കാനാ? എടാ, ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ചേട്ടൻ അനിയനെ തല്ലൂ? ചേട്ടനെ തല്ലാൻ അനിയൻ കൊട്ടേഷൻ കൊടുക്കൂ? ആർക്കറിയാം, ഓരോരോ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളല്ല. എന്തായാലും അവരുടെ വീട്ടിൽ എന്തോ കിടന്ന് ചീഞ്ഞു നാറുന്നുണ്ട്. അത് ശരിയാ. അയൽവക്കത്ത് കിടന്ന് ഞാനിനി വല്ല കത്തിക്കുത്ത് കേസിന് സാക്ഷി പറയേണ്ടി വരുമെന്ന് എന്റെ പേടി. നീ ഒരു കത്തി കയ്യിൽ കരുതി വെച്ചോ. അല്ലേ ക്ലാസ് വല്ലടത്തിട്ട്
ചെല്ലുന്നിടത്തൊക്കെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് അവസാനം കിട്ടിയൊരു വീടാ ഇത്. ഇനി ഈ നാട്ടിലൊരു വീട് കിട്ടത്തില്ല. പിന്നെ അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടുന്നിടം വരെ നീയൊന്ന് അടങ്ങി ജീവിക്കണ്ട ശിവ. എന്റെ ശിവന, അതിന് ഞാൻ നിങ്ങളെ മകനാണോ? അത്തരത്ത് വളർത്തിയല്ലോ നിങ്ങൾ തന്നെ. അന്നൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു. അതിനുശേഷം നിങ്ങളോട് പെറ്റു, അതോടെ ഞാൻ പെട്ടു. ഇതൊക്കെ നിന്റെ തോന്നലാ. നിങ്ങളെ ഒരിക്കലും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. തള്ളേ, ഇതിൽ 50,000 രൂപയുണ്ട്. ഇനി കുറച്ചു നാളത്തേക്ക് എന്റെ പുറകെ പൈസ തോർന്ന് നടക്കരുത് കേട്ടല്ലോ. നീ മേടിച്ച കടം തീരാൻ തന്ന പൈസയല്ലേ ഇത്? നിന്നെ പിടിച്ചിട്ട് ആരെങ്കിലും നിന്നോട് കാശ് ചോദിക്കുന്നുണ്ടോ? ചോദ്യം മുഴുവൻ എന്നോടല്ലേ? ഈ നാട് മുഴുവൻ നീ ലോൺ എടുത്ത് വെച്ചേക്കല്ലേ എന്റെ പേരില്? കാരണം ഞാൻ അനുഭവിച്ച് ഞാൻ മടുത്തു. ആ എന്താ ഇത്ര കാര്യമായിട്ട് പത്രത്തിൽ? നീ ഇന്ന് വർക്ക് സൈറ്റിലൊന്നും പോയില്ലേ? അവന്മാരിന്ന് വന്നില്ലെന്നേ. ആ ഗോപുവിൻ്റെ അമ്മയ്ക്ക് എന്തോ തലവേദന. ബിംബിനെ ഷാനിനെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. പിന്നെ ഞാനിങ്ങി പോന്നു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഈ വീട് പണി കരാറൊക്കെ എടുക്കുമ്പോൾ ഉത്തരവാദിത്തമില്ലാത്തമാരെ കൂടെ കൂട്ടിരുന്നു. അവസാനം പറഞ്ഞ സമയത്ത് പണി തീർത്ത് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഈ തെറി മുഴുവൻ കേൾക്കുന്നത് നീയായിരിക്കും. അവന്മാരൊരു ദിവസം വന്നില്ലാന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. പിറ്റേ ദിവസം വന്ന് 2 ദിവസത്തെ പണിയെടുത്തിട്ട് അവന്മാർ പോകത്തുള്ളൂ. കണ്ടാ മതി. ആ നിന്റെ അച്ഛനെന്തിയെ? അച്ഛൻ അവിടെ എന്തോ അയൽക്കൂട്ടംകാരുടെ പരിപാടിക്ക് തബല വായിക്കാൻ പോയിക്കുക. ഇവിടെ ഒരുത്തിയുണ്ടല്ലോ സ്വഭാവ ഗുണം കാരണം അയൽക്കൂട്ടത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കി. തെറ്റ് കണ്ടാ ഞാൻ പ്രതികരിക്കും. അതിഷ്ടപ്പെടാത്തവര് പലതും പറയും. എന്നാലും നീ സുമതിയോട് കാണിച്ച ഒട്ടും ശരിയായില്ല. വേണ്ട, എന്റെ വായിലിരിക്കണ വല്ലതും കേക്കും കേട്ടോ. കണ്ടോ വൈഭോക്ക് കണ്ടോ? ഇവളുടെ ഈ സ്വഭാവ ഗുണം വെച്ച് ഇവളെ അയൽക്കൂട്ടത്തിൽ നിന്നല്ല ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് വെളിയേക്കണേണ്ടതാ. കുടി കുടി ചായ എടുത്തു കുടി, ക്ഷീണം മാറട്ടെ. നിന്നെ വണ്ടി ഇടിച്ചാന്ന് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നീ എന്തിനാടാ പിള്ളേരെ വിട്ട് അവനെ തല്ലിക്കാൻ പോയത്? അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്? അതിന് കഴിഞ്ഞാൽ മറന്നുപോയോ? എടാ മറന്നിട്ടൊന്നും അല്ല, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. വേണ്ടേ, നീ ഇനി അവൻ വരുമ്പോ 1 2 പറഞ്ഞോണ്ടൊന്നും ചെല്ലരുത്. മൂക്കറ്റ മൂന്നിട്ടായിരിക്കും വരുന്നേ. ഓ അമ്മക്കിപ്പോഴും മൂത്ത മോനോടാണല്ലോ സഹതാപം. അതൊക്കെ നിന്റെ തോന്നല. നീ ഇതേണ്ട ആഹാരം കഴിച്ചേ. ഡേ വന്ന് ചോറ് കഴിച്ചിട്ട് പോയിരുന്നു പഠിക്കടി. ഒന്നിനും തള്ളേ, പോയി കിടന്ന് ഉറങ്ങ്. അച്ചു, ഈ പിള്ളേർക്ക് എന്താ ഇവനോട് പ്രദേഷ്യം? ഇയാളിത് എവിടെ ശ്രദ്ധിച്ചായിരിക്കുന്നേ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഒരാങ്ങളെ ആയാൽ അവനവൻ്റെ സ്ഥാനത്ത് നിൽക്കണം. അത് വളർത്തുമോനായാലും ശരി, സ്വന്തം ചോരയായാലും ശരി. അവനെപ്പോഴും ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടല്ലോ, അത് വേറെ ഉദ്ദേശം വെച്ചാ. ഓ, അവൻ വളർത്തുമോനാണല്ലേ? നല്ല മോൻ.
എന്താണ് ഇവിടെ ചുറ്റിക്കളി? പോടാ, ഞാൻ അമ്മാവനൊന്ന് കാണാൻ വന്ന. ഓഹോ, ആട്ടെ നിന്റെ വണ്ടി എന്തി? അത് വർക്ക്ഷോപ്പിൽ കൊടുത്ത, അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞു. നന്നാക്കി എങ്ങോട്ടാണ്? ഒന്ന് പയ്യെ പറയണം. തരാടാ, സൈറ്റിലേക്ക് വാ. ഓ, ഇപ്പൊ ചത്തരാ. നിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇവനെന്താണ് കൊക്ക ഒറ്റക്കാലിലേക്കണേ? എടാ നീ ആ പൈപ്പ് എടുത്തില്ലേ? ഞാനത് മറന്നു. നീ മറക്കും, എടാ നീ മറക്കും. വണ്ടി ഇനി എന്തൊക്കെ കാണണം? ഇനി ഊണുണ്ടാവൂല, ഉറക്കമുണ്ടാവൂല, അങ്ങനെ എന്തൊക്കെ? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഒന്ന് നിർത്തടാ, നിന്റെയൊക്കെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞത്. എന്റെ പൊന്നാരോമല അവര് തമാശ പറഞ്ഞ നീ സീരിയസ് ആക്കി എടുത്ത. അവന്റെ ഒരു തമാശ, ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താടാ ആരോമല ഇങ്ങനെയൊക്കെ? എനിക്കാണ് തലക്കാവ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കണ്ടാ ഇതും അതിന്റെ ഒരു ലക്ഷണമാണ്. ബിംബി, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അളിയാ. സത്യം പറ, നീ അവളെ കാണാൻ വേണ്ടിയല്ലേ തറവാട്ടിൽ പോയത്? ഞാനൊരു കാര്യം പറയാം. ആദ്യത്തെ പ്രേമമായോണ്ടാ ഈ ടെൻഷൻ പരവേശമൊക്കെ. 2-3 ആകുമ്പോ ഇതങ്ങനെ സെറ്റ് ആയിക്കോളും. നീ എന്ത് കുന്തോടാ പറയുന്നത്? ഏത് പെണ്ണാടാ അതിനെ തിരിഞ്ഞു നോക്കിയത് ഇതുവരെ ആയിട്ട്? തേപ്പ് കിട്ടി സെറ്റ് ആവണാരും ഞാൻ ഉദ്ദേശിച്ചത്. അതിനവള് പെട്ടെന്ന് വളയുന്ന ടൈപ്പല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നീ അവളെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവള്. അയ്യോടാ ദയനീയം. അവന്റെ നാണം കണ്ടില്ലേ? മതി നിർത്തിക്കേ. മര്യാദക്ക് പണിയെടുക്കാൻ നോക്ക്. അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട്. മാനത്തമ്പിളി കണ്ടു ചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ആ മാനത്തമ്പിളി കണ്ടു ചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ഉള്ളിൽ ഇത്തിരി കള്ളുകിടന്നു നുരഞ്ഞു പതയുന്നേ, ശങ്കുപിടക്കണ നേരത്തൊരു തരി പുഞ്ചിരി നിറയുന്നേ. ഏതോ നോവിൻ നൊമ്പരമെല്ലാം എങ്ങുമായും ലഹരിയിലലിയാൻ തരികിട കണ്ടേ, ഞാനും കണ്ടേ. താനാനെ താനാനെ താനേ താനാനെ 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 താനേ താനാനെ 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 താനേ താനാനെ 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 താനേ താനാനെ. മാനത്തമ്പിളി കണ്ടു ചിരിക്കണ താഴത്തുള്ളൊരു കുടലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ഉള്ളിൽ ഇത്തിരി കള്ളുകിടന്നു നുരഞ്ഞു പതയുന്നേ, ചക്കുപിടക്കണ നേരത്തൊരു തരി പുഞ്ചിരി നിറയുന്നേ. ഏതോ നോവിൻ നൊമ്പരമെല്ലാം എങ്ങുമായും ലഹരിയിലലിയാൻ വാ. കണ്ണും നോക്കണ നേരം കണ്ടൊരു കാര്യം മിണ്ടാതെ
കണ്ണും പൂട്ടി പാലു കുടിക്കും കണ്ടൻ പൂച്ചയെ കണ്ടോ നീ? പമ്മി പമ്മി പതിയെ പതിയെ പാതിര നേരത്തവനെത്തി. മച്ചിലിരിക്കും ചുണ്ടലി കണ്ടു മീശ വിറച്ചു പാഞ്ഞോടി. അടിവച്ചടിവച്ചടിവച്ചങ്ങനെ പോകും നേരം കണ്ടല്ലോ പാതി തുറന്നൊരു ജനലിനരികിൽ സുന്ദരിയായൊരു പെൺകൊടിയെ. എന്തിനാടാ എന്നെ വിളിച്ചേ? ഏതാളെ? ഇതെന്റെ കൂട്ടുകാരനാ അനൂപ്. നമസ്കാരം. കുടിയില്ല വലിയില്ല അങ്ങനെ യാതൊരു ദുശ്ശീലമില്ല അല്ലടാ. അപ്പൊ പറഞ്ഞു വന്ന വേറൊന്നല്ല, ഇവൻ നമ്മുടെ അഞ്ജലിയുടെ പെണ്ണാണ് വന്നാണ്. ഇനി ഞാനായിട്ട് അവൾക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്നില്ലെന്ന് പറയരുത്. അവളിപ്പോ പഠിച്ചോണ്ടിരിക്കുവല്ലേ? അവക്ക് 18 വയസ്സല്ലേ ആയുള്ളടാ. ഇപ്പഴേ അവക്ക് കല്യാണം വേണോ? അതിനിപ്പൊ കെട്ടിക്കാൻ ആരാ പറഞ്ഞേ? ഉറപ്പിച്ചിടാലോ അല്ലടാ. പഠിപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ടും ആവാം. നിങ്ങളൊരു കാര്യം ചെയ്യ്, അവളെങ്കിൽ വിളി. ണോ ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് കല്യാണം വേണോന്ന്. ഇത് ഉദ്ദേശം വേറെയാ, എനിക്കറിയാം. നീ ഒന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങി നിൽക്ക്. അവനൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അല്ല പിന്നെ അതിനായിരിക്കും ഇവിടെ കിടന്ന് വഴക്ക്. ആ പയ്യനെ കണ്ടിട്ടേ അവനെ പോലെ ഒന്നും അല്ലെന്നാ തോന്നേ. കാണാനും ഇത്തിരി ചന്തമൊക്കെ ഉണ്ട്. കുടിയും വലിയൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. എന്ന് വെച്ച് എനിക്കിഷ്ടമില്ലാത്തതിന് മുമ്പിൽ പോയി ഞാൻ നിൽക്കണോ? നീ ആ വാതിൽ വരെ ഒന്ന് വന്ന് നിൽക്കും മോളെ. പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ വരും. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ട്. ചേട്ടൻ പെണ്ണ് കെട്ടി മാറി താമസിക്കാം. അവിടെ ഇരിക്കാങ്കിലേ ചായ ഇട്ട് തരാം. അത് കൊടുക്കേണ്ടത് അവളല്ലേ? ഇനി അടുത്തോട്ടെ അവിടെ നീ വന്നടാ. ഒന്നുമില്ല മെതുപ്പി ഒന്ന് നിർത്തി. ഹലോ ഹലോ ചേട്ടാ, ഞാൻ അനില. ആ ഓക്കെ അല്ലേ, പറഞ്ഞോ. അല്ലല്ല പറഞ്ഞോ. എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു ഈ കെട്ടൊക്കെ നടിക്കാനായിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, ഞാനിപ്പോ വരാം. ഗോപു അല്ല വിളിച്ചേ, അവനൊന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന്. നിങ്ങൾ പളിയനും മച്ചാനും ആണല്ല. ഒന്ന് പോടാ. നീ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചു പോ. ഞാൻ അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. അത് വേണ്ട, ഞാനിപ്പോ ഇറക്കിയാൽ മതി. ഞാനൊരു പോക്കോളല്ല. ആ അത് സൂപ്പർ ഐഡിയ. നീ വണ്ടി എടുക്ക. അയാളുടെ 12ാമത്തെ വയസ്സിലാണ് മക്കളുണ്ടാവില്ല എന്ന് കരുതി അച്ഛനും അമ്മയുടെ ഓർഫനേജ് നീളെ ദത്തെടുക്കുന്നത്. അതിനുശേഷം അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ ഒരുപോലെ ആയിരുന്നു. ഒരു തരത്തിലും കാണിച്ചിട്ടില്ല. ആ സമയത്ത് പ്രത്യക്ഷമായിട്ട് അച്ഛൻ്റെ മരണം. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് സ്വത്തുക്കളൊക്കെ 3 ഓഹരിയാക്കിയായിരുന്നു. അയാൾക്കുള്ളതെല്ലാം അയാളെ വിറ്റ് തെളിച്ചു. പോരാത്തന്നെ അമ്മയെ കൊണ്ട് പല സ്ഥലത്തും ലോൺ എടുപ്പിച്ച് ലോൺ അടയ്ക്കാതെ അവസാനം അമ്മയുടെ പേര് കേസ് വരെയായി. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേറെ എങ്ങോട്ടെങ്കിലും പൊക്കൂടായിരുന്നില്ലേ? അതൊക്കെ കുറെ നോക്കിയതാ. എവിടെ പോയാലും തേടി പിടിച്ച് വരും. മകനാംഗീകരിച്ചതിന്റെ പല തെളിവുകളും കയ്യിലുണ്ട്. അത് വെച്ച് അന്വേഷണം. ഇതിപ്പോ ആരോ പറഞ്ഞ പോലെ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയായല്ലേ? ഇപ്പൊ അവർക്ക് ചെക്കനുണ്ടാക്കി നടക്കുക. ആർക്ക്? അവക്കേ, അഞ്ജലിക്ക്. ഒത്തുഭാഗം വെച്ചപ്പോൾ അവളെ കല്യാണാവശ്യത്തിന് ഒരു 15 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു ബാങ്കിൽ. കല്യാണ ചെറുക്കിനെ വെച്ച് ആ പൈസ ആയിട്ടുള്ള പുതിയ പരിപാടി ഇപ്പം നടക്കുന്നത്. ടെൻഷനൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ഞാൻ ബോറടിപ്പിച്ചോ? ഹേയ്, നീ ഇത് പറഞ്ഞ കാരണല്ലേ എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചു. ആരോ വിരുന്നുകാരുണ്ടല്ലോ. അഞ്ജലി എന്ന് പെണ്ണ് കാണാൻ വന്നു.
മേലാ നിന്നെ ഈ വീടിന്റെ പഠിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ കൈയും കാലം ഞാൻ വിടും കേട്ടടാ. സോറി ബ്രോ, റോയ്ക്ക് നോട്ടുള്ള പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്കിപ്പോ മനസ്സിലായല്ലോ. മനസ്സിലായി. ഓക്കെ ബ്രോ, ബ്രോ. നീ ഇതോടെ പോവാ. എടാ നിന്റെ പെങ്ങടെ കാമുകനായി വന്ന് നിൽക്കുന്നേ. ഇമാതിരി സീനൊക്കെ നമ്മൾ കുറെ കണ്ടതാ. നമ്മളെ വിട്ടേക്ക്. നീ എന്താ പറഞ്ഞവരോട്? അതെന്റെ കൂട്ടുകാരനാ. അപ്പുറത്തെ കൊച്ചാടാ. നീ എന്താ പറഞ്ഞോട്? എന്താ പോയേ? എനിക്കറിയില്ല, അവൻ വെറുതെ പോയതാവും. വെറുതെ പോവേ? എടീ നീ വീട്ടിലെ ബന്ധം ചുമ്മാ ഇരിക്കുന്നൊരു വെറുതെ വിടത്തില്ലടാ നീ. താൻ എന്നോട് കാണിക്കുന്നവരെ വീട്ടിൽ വരുന്നവരെ കാണിച്ചോണ്ടല്ലോ. നീ തലക്കണ്ട, നിനക്ക് കിട്ടിയൊന്നും പോരെ. ഞാൻ ചോദിച്ചോളാ പറയടി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. തള്ളേ ഇപ്പൊ തൃപ്തിയായില്ലേ? മുന്നാറമോളെ തനിക്കൂടെ കണ്ടല്ലോ. നോക്കി നിൽക്കാതെ കേറി പൊടി. ഇല്ല ഒപ്പിച്ച് വെച്ചിട്ട്. അഞ്ജലി നിന്റെ വീടോട് എനിക്കറിയാം. നീ എടുത്തോളോ കേട്ടോ. തരാട്ടാ. എടീ അഞ്ജലി, നീ എന്ത് പൊട്ടത്തരവടായി കാണിച്ച്? വെറുതെ വായി തോന്നി വിളിച്ചു പറയാ, അതോ അപ്പുറത്ത് വന്ന ആൾക്കാരോട്? ഞാനിപ്പോൾ അയാളെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ആകെ പ്രശ്നമില്ലേ? അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയൊന്നും ഇല്ലെന്ന്? അതെങ്ങനെയാ പറയാമായി? അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. നിന്റെ അച്ഛനെങ്ങാനും ഇത് അറിയണം, അരിഞ്ഞ അച്ചാറിടും. ഇനി നിങ്ങളായിട്ട് അവിടെ പോയി പറയാതിരുന്നാൽ മതി. നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? എടാ നിന്നോടാ ചോദിച്ചേ, നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ ഇത്രയും നേരം നീ പറഞ്ഞ തന്നെ കള്ളമാണോ? അതല്ല, നിങ്ങൾ ആ ജനല് കണ്ടോ? കണ്ട്. അതിപ്പോ അടഞ്ഞു കിടക്കുക. അതിന് 10 സെക്കൻഡിനുള്ളിൽ അഞ്ജലി ആ ജനല് തുറക്കുകയാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം. ആര് പറഞ്ഞാലും ഞാൻ അവളെ കെട്ടിയിരിക്കും. എന്നിട്ടേ നിർത്തിക്കേ. ബാക്കി കഥ നമുക്കൊരു ചായ കുടിച്ചിട്ട് പറയാം. എന്തേ? ദുബായ് പോവാൻ അമ്മോ, അയ്യോ, അയ്യോ,
ഇവളാര് ഈ നാട്ടിൽ യുവമാരെ തല്ലാൻ? ഞാനിത് ആരോടാ ഈ പറയുന്നു? ആ കോൺട്രാക്ട് പണി തീരാത്തതുകൊണ്ട് ഹൗസ് ഓണർ ആളെ വിട്ട് തല്ലിച്ചായിരിക്കും അല്ലേ? അതെ, ഞാൻ പോവാ. ആ പെണങ്ങല്ലടാ, മനസ്സിലാവത്തോണ്ടല്ലേ ചോദിച്ചത്. അതാ ശിവന്റെ കൂട്ടുകാരാ. ഓ ഐ സി. ആ ബാക്കി പറ. ബാക്കി പിന്നെ സോറി കേട്ടോ. എന്തിനാ അഞ്ജലി സോറി? പറയണം. എന്താ പ്രശ്നം? ശിവേട്ടന്റെ സ്വഭാവം വെച്ച് നിന്നെ ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചതേ അല്ല. എല്ലാം എന്റെ തെറ്റാ. അത് പോട്ടടോ. ആ സമയത്ത് എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞില്ലേ, അതൊന്നും സാരില്ല. സോറി കേട്ടോ. ഈ അടിയും ബഹളമൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു ദിവസം പുറത്തേക്ക് വരുമ്പോ അത് നമുക്കെതിരായി മാറും. അതാ ഇവിടെ സംഭവിച്ചത്. അതൊന്നും സാരില്ല, അതെല്ലാം ആ ഒരു ഇതിൽ അങ്ങ് എടുത്താൽ മതി. പറ്റിയ അനിയനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഈ വേദനയ്ക്കൊന്നും എന്റെ അച്ഛനെ തിരിച്ചു തരാൻ കഴിയില്ലല്ലോ. ഇനി അതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത് പോട്ടടോ. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. മനസ്സിലായോ? പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോവും. ഇനി അങ്ങനെ ചിന്തിക്കണ്ട അഞ്ജലി. എനിക്ക് നിന്റെ പ്രശ്നങ്ങൾ അറിയില്ല, നിന്റെ കാര്യങ്ങൾ അറിയില്ല, ഒന്നും തന്നെ അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറയാൻ പോവാ. ഇത് നിന്റെ കഥ കേട്ടിട്ടോ സങ്കടം കണ്ടിട്ടോ അല്ല. തുടക്കം തൊട്ടേ എനിക്കിഷ്ടമാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം ഞാനാണ് ഉറപ്പിച്ചത്. ഞാനുണ്ട് നിന്റെ കൂടെ. എന്റെ സംശയം അതല്ല, അവളിനി ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ പറഞ്ഞാണോ അവന് ഇഷ്ടമാണെന്നൊക്കെ. അങ്ങനെയെങ്കിൽ ജനലോട് നോക്കോ, അവളുടെ മനസ്സിൽ എന്തോ ഉണ്ടടാ. ആ നിങ്ങളാരും ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. വരാനുള്ള വഴി തന്നില്ല, ഞാൻ മുന്നോട്ട് പോകാൻ പോകും. അതിനു മുന്നേ ഒരു വട്ടം കൂടി അവളോട് ഒന്ന് ചോദിക്കാം, എന്നെ ഇഷ്ടമാണോ? അപ്പൊ അവൾ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലോ? അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുകളയും. അതിലെനിക്കൊരു മടിയില്ല. അപ്പൊ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവറ്റ് റൊമാൻറ്റിക് സോങ് ഒക്കെ പാടി നൈസായിട്ട് മുന്നോട്ട് പോകും. നീ അല്ലാതെ ഇവിടെ വേറെ ആര് വരാനാ? അപ്പൊ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആള് ഞാനാണോ? മുമ്പ് വേറെ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ലേ? കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും വലിയ താല്പര്യമില്ല. നീ അപ്പൊ എന്നോട് എന്തിനാ വരാൻ പറഞ്ഞേ? അതിന് ഇഷ്ടമായതുകൊണ്ട്. പ്രേമിച്ച് പിന്നാലെ നടക്കാനോ തേച്ചിട്ട് പോവാനോ ഒന്നുമല്ല, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ. അമ്മായി പോലെ വല്ല മെഗാ സീരിയലും കണ്ടിട്ടുള്ള വരവാണോ? ഗംഭീര പ്രപ്പോസൽ ആണല്ലോ. കളിയാക്കണ്ട, ഞാൻ അഞ്ജലിയോട് കാര്യമായിട്ട് പറഞ്ഞു. ആണോ? ഇവിടുന്ന് അടുത്ത വാടക വീട്ടിലേക്ക് പോകുന്നത് വരെ പ്രേമിക്കാൻ ഒരാള്, ജസ്റ്റ് ഒരു ടൈം പാസ്. ഓ, ഇതിപ്പോ ലോക്കായല്ലോ മാഷേ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ഇത്തിരി തിരക്കുണ്ട്. അയ്യോ പോലെ പോലെ. അച്ചു, പിന്നെന്താ കുഴപ്പം? ഇനിയല്ലേ ഓരോന്ന് തുടങ്ങുന്നത്. അല്ല, നീ ഇങ്ങനെ ക്യൂരിയോസിറ്റി വെക്കല്ലേ, ബാക്കി പറ. ബാക്കി പറയാം. അഞ്ജലി
ആരും കണ്ടില്ലല്ലോ വരുന്നേ. ഏയ് ആരും കണ്ടിട്ടൊന്നുമില്ല. അവരെ കുറക്കാം. പിന്നെ അയാളില്ലേ അകത്ത്? ആര്? നിങ്ങളെ ശത്രുവില്ലേ? ഓ, അത് വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. ആ 11 മണി കഴിഞ്ഞാൽ വാതിൽ തുറക്കില്ലെന്ന് അയാൾക്കറിയാം. പിന്നെ ഫുഡൊക്കെ പുറത്തു വന്നല്ലേ. 2 ദിവസമായി കണ്ടിട്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം അനിലിനെ ഞാൻ കണ്ടിട്ടില്ല. ഫോൺ ചെയ്യാനും എന്തോ പോലെ. ഏയ് അനുചേട്ടൻ അങ്ങനൊന്നുമില്ല. ഏട്ടനൊരു പാവമാ. ഇപ്പം അങ്ങനെ പുറത്തൊന്നും പോകാറില്ല. ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ആരുമില്ല. അതിപ്പോ അവനിങ്ങനെ വെറുതെ ഒന്ന് സമയം കളയാതെ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞൂടെ? എന്തോ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ വരുന്നോ? ബൈക്കിലാ. അയ്യോ, ഞാനൊന്നുമില്ല. ഏയ് അങ്ങനെ പറയില്ലേ. പിന്നെ അനിലിനെയും കൂട്ടാം. അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവുമല്ലോ. നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു ബൈക്ക് സെറ്റാക്കി തന്നാ പോരെ? അനിൽ ബൈക്ക് ഓടിക്കത്തില്ലേ? ബെസ്റ്റ്. ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ആളാ. എന്നാ നീ എൻ്റെ പുറകെ കയറിക്കും. അനിലിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. ഏയ് ഞാൻ മുമ്പ് കോളേജിലൊക്കെ വെച്ച് ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പൊ ഡബിൾ ഓക്കെ. അനിലിനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. കൂടെ കൂട്ടേണ്ട കാര്യം നീ നോക്കിയാൽ മതി. നോക്കട്ടെ. ഒരു വരൂ. സമയം പോണു. എടാ അവരെ കാണുന്നില്ല, നീ ഒന്ന് വിളിച്ചു നോക്ക്. വരുന്നുണ്ടടാ. ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ. വണ്ടി പോ. എല്ലാം നമുക്ക് സെറ്റാക്കാം. നീ കേറ്. മണ്ണിൻ മടിത്തട്ടിൽ ചായ
ഇനി ഇതിൽ വിളിച്ചാൽ മതി. എപ്പോഴും എപ്പോഴും അനിലിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. എനിക്ക് നല്ല പേടിയാ. അയാളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ. എന്നാൽ നമുക്ക് എങ്ങോട്ടേലും പോയാലോ? ഇപ്പം സമയം 11:30 എനിക്ക് 2 മണിക്ക് എക്സാം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? അതല്ല ഞാൻ പറഞ്ഞത്. വേറെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ? അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിനൊന്നും ഞാനില്ല. എന്ന് വെച്ചാൽ നാട് വിട്ടു പോയാൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ല രക്ഷപ്പെടൂ. എല്ലാവർക്കും നാട് വിട്ടു പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടുകാരെ അയാളെ മനസ്സുമാത്രത്തോടെ ജീവിക്കാൻ വിടില്ല. അയാൾ ആരാ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ് തന്നെ. അയാളെ ചുറ്റിപ്പറ്റി ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ പോരെ. ഇത്ര വർഷം കൂടെ ജീവിച്ച ഞങ്ങളെക്കാൾ അറിയില്ലല്ലോ ചേട്ടൻ അയാളെ. പിന്നെന്താ ചെയ്യണ്ടേ? നീ തന്നെ പറ. ഒരു കുഞ്ഞു പോലും അറിയാതെ കൊല്ലാൻ പറ്റുമോ അയാളെ? പേടിച്ചു പോയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇത്ര നിസ്സാര കാര്യത്തിന് ഒരാളെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞാൽ അതിലും ഭേദമല്ലേ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ അയാളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിൽ അയാൾക്ക് പങ്കുണ്ട്. അനിൽ പറഞ്ഞത് അതൊരു ആക്സിഡന്റ് ആണെന്നാണല്ലോ. ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്ക് അപകടമൊന്നും സംഭവിക്കാതെ പിന്നീരുന്ന അച്ഛൻ മാത്രം എങ്ങനെ മരിക്കുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത പ്രായമായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. ആ കണക്കൊക്കെ തീർക്കാതെ എങ്ങനെ ഞങ്ങൾ ആളെ വിട്ട് പോകുന്നത്? അഞ്ജലി, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് വട്ടായോ? വട്ടൊന്നുമല്ല. അയാൾ കരുതിയിരിക്കുന്ന അയാൾ ഞങ്ങളുടെ പിറകെന്നാ. സത്യത്തിൽ ഞങ്ങൾ അയാളുടെ പിറകെയാ. അമ്മയെ അനുചേട്ടനെ വിട്ടാലും അയാളെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരവസരം കിട്ടുന്നവരെ എന്ത് ഞാൻ സഹിക്കും. നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എക്സാം തുടങ്ങാറായി. ഞാൻ പോവാണേ. ബൈ. ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയായിപ്പോയി. ഇത് നമ്മൾ പറയും പോലെ സൈക്കോ ഫാമിലി തന്നെ. വിട്ട് കള ആരോമലേ. എടാ ബിംബി പറഞ്ഞാ ശരി. ഇനി ഇതിന്റെ പുറകെ പോകാതിരിക്കുന്ന അയാൾക്ക് ക്യാഷ് കൊടുക്കുന്ന കാര്യത്തിലാ അവൾക്ക് പ്രശ്നം. 19 കൊല്ലത്തെ പഴക്കമുണ്ടാവുമായിരിക്കും അല്ലേ? ഇത് അവളാണല്ലേ? 6 കൊല്ലത്തെ പഴക്കം തോന്നലും ഉണ്ടാവും. ഹലോ, ആ നോക്കട്ടെ, ഞാൻ വരാം. ഓ, അവളെന്താ പറയണത്? അവക്കൊന്ന് നേരിട്ട് സംസാരിക്കണം. ഞാൻ കരുതി വിളിച്ചാൽ വരില്ലാന്ന്. നീ എന്തിനാ വരാൻ പറഞ്ഞേ? ആളെ പൈസ കൊടുക്കാതെ ഒഴിവാക്കാൻ പറ്റുന്ന വല്ല മാർഗം ഉണ്ടോ നോക്കിയേ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. ആൾക്ക് ദൂർത്തടിക്കാൻ കൊടുക്കാൻ തോന്നുന്നില്ല. അങ്ങേർക്ക് ആ പൈസ കൊടുത്ത് ഒഴിവാക്കിയ പോലെ പിന്നീട് അയാളുടെ ശല്യം തീരുമല്ലോ. ആര് പറഞ്ഞ ശല്യം തീരുമെന്ന്? കയ്യിലുള്ളത് തീരുമ്പോ പിന്നെയും വരും. അതാ സ്വഭാവം. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. എങ്ങനെയും ഒന്ന് പാട്ടിലാക്കാൻ നോക്ക്. അപ്പൊ നിനക്ക് അയാളോട് പ്രതികാരം ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ വിട്ടു. എന്നാ ശരി, പോയിക്കോ. ഇനിയിപ്പോ ആരും കാണാൻ നിൽക്കണ്ട. ശരിയെന്നാ. ഒന്ന് നിന്നേ. ഇന്നീരാവിൽ പെയ്യാമഴയായി എന്നിൽ നിറയും അനുരാഗം. പൂവിന്നിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ. ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലൻ മനമെന്നോളം നിറയും. ഈറന്നീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ. പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം. കാർമുകിൽ തോൽക്കും മുടിയിഴകളിൽ പുൽകി ഞാനെന്നും ഒന്നു പതിയെ വെണ്മ
കാർമുകിൽ തോൽക്കും മിഴീണകളിൽ കണ്ടു ഞാനെന്നും എൻ പാതിയെ നീയാകുമീ ശ്രുതിയായി ചേരുമ്പോഴേ ഞാനാകുമീ ലയമായി ഒന്നാകവേ ഈറന്നിലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം ഇന്നീരാവിൽ പെയ്യാമഴയായി എന്നിൽ നിറയും അനുരാഗം പൂവിന്നിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലൻ മനമിന്നോളം നിറയും ഈറന്നിലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം എടാ ജിമ്മ എത്ര നേരം മെറ്റലെടുക്കാൻ വിട്ടിട്ട് അന്ന് എനിക്ക് ഒറ്റക്ക് പണിതാ പോരെ നീ ജിം അടിച്ചിരുന്നോ പോയി പണിയെടുക്കുന്നു എന്താടാ നിന്റെ അമ്മാവൻ ശിവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക്? എടാ ശിവന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടോ? അതിന് അമ്മാവനെന്താ അയാളോട്ട് ഇടപാട്? എനിക്കൊരു ഇടപാടുമില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. കച്ചറയൊന്നും എല്ലാം തോന്നുന്നു. നീ എന്തായാലും സംസാരിച്ചു പോകും. ഇവർ ഒന്മാരുള്ളതുകൊണ്ട് ഈ പരിസരത്ത് വെച്ച് വേണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് സംസാരിക്കാം. വാ. ആരോമല് പറയുന്ന കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാനീ പറഞ്ഞ ഡിമാൻഡുകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവളെ നിനക്ക് ഞാൻ കെട്ടിച്ചിരുന്നു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഒടിഞ്ഞ പ്രേമമായി പോയില്ലേ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, പറഞ്ഞ വാക്ക് ശിവൻ പാലിക്കണം. നാളെ ഇതിൻ്റെ പേരിലൊരു തർക്കം ഉണ്ടാകാൻ പാടില്ല. ശിവനൊരു വാക്കേ ഉള്ളൂ. ഇക്കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയോ? അവരുടെ കാര്യം വിട്ടേക്ക്, അവിടെ ഞാൻ പറയുന്ന കാര്യം. ഇനി അവൾക്ക് അങ്ങനെ നിന്നോട് ഒരു ഇഷ്ടങ്ങളുണ്ടെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് കേട്ടോ, വിട്ടേക്കണം. ഞാൻ അവളുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്നാൽ ശിവൻ ചെല്ല്, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിച്ചു പറയാം. ശരി, ആരോഗ്യ പിടിക്കാൻ എന്താ ചെയ്യും? ദേ, നീ അവളെ മാത്രമേ കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലെ ശപഥം ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഇനിയിപ്പോൾ നിന്റെ അച്ഛൻ്റെ ബന്ധുക്കളുടെ സമ്മതം മേടിക്കണ്ടേ? അത് ഞാൻ തന്നെ ചെയ്യണ്ടേ? നീ ആദ്യം ഒരു കാര്യം ചെയ്യും, നീ അഞ്ജലിയുടെയും വീട്ടുകാരുടെയും കാര്യങ്ങളൊന്നും ഓക്കെ ആക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് സമ്മതിക്കില്ല. അയാളുടെ ഉദ്ദേശിച്ച പണ്ട് എനിക്കറിയായിരുന്നു. എടി, നിന്റെ കാര്യത്തിലല്ലേ 12 ലക്ഷം രൂപ വെച്ച് ബാങ്കിൽ ഇട്ടുന്നത്? അത് നിന്റെ പങ്ക് തന്നെയല്ലേ? അതിന് 10 ലക്ഷം രൂപ എടുത്ത് അങ്ങനെ കൊടുത്ത് അങ്ങനെ ഒഴിഞ്ഞു പോകണേ പൊക്കോട്ടെ. ആരോമലി കാര്യം പറഞ്ഞാൽ ഞാൻ വേണ്ടിയില്ല. മോന് വിഷമം ഒന്നും തോന്നരുത്. ഇവക്കിപ്പോ കല്യാണപ്രായം ആയതല്ലേ ഉള്ളൂ. ഇതൊക്കെ വീട്ടുകാർ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇത്ര പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ അത് നടത്തി തരാൻ പറ്റത്തില്ലല്ലോ. അമ്മേ, ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞ എവിടാ? ഇനി ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി ന്യായീകരിക്കുവാണെങ്കിൽ പറഞ്ഞ എവിടെ തന്നെ അല്ലേ? ഇനി ഇതിനെ ചൊല്ലി നിങ്ങൾ വഴക്കിടണ്ട. അമ്മ പറഞ്ഞാലും അഞ്ജലി പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി ഇതിവിടെ ചർച്ച ചെയ്യണ്ട. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. അമ്മയെ കൊള്ളാം, മോളും കൊള്ളാം. എന്നോട് പണം കട്ടിപ്പിടിച്ചിരുന്നോ? അവസാനം അങ്ങനെല്ലാം കൊണ്ടുപോകുമ്പോഴേ പഠിച്ചോളും. എന്ത് സോടി നിന്റെ ഇവരോടൊക്കെ സംസാരിക്കാൻ പോയി എന്നെ വേണം പറയാൻ.
വെളുപ്പിന് പോകുന്നതല്ലേ നീ അവിടുന്ന്? ഒരു ചായ പോലും കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. അതെ, എന്താ നിനക്ക് പറ്റി പറ. അച്ഛാ, ഞാൻ അളിയൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എടാ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ? ഞാൻ നിന്റെ അച്ഛനല്ലേ? നിന്റെ എന്തെങ്കിലും ഇഷ്ടങ്ങൾക്ക് ഞാൻ ഇന്നുവരെ എതിരുന്നുണ്ടോ? ഇത് അച്ഛൻ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളല്ല. ആ പെൺകുട്ടിയുടെ ചേട്ടൻ ആവശ്യപ്പെട്ടത് എന്താന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കാം. അവളുടെ പണം തന്നെ വേണമെന്ന് അവൻ പറഞ്ഞില്ലല്ലോ. അവളുടെ വീട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു കച്ചുത്തുരുമ്പാണത്. അച്ഛൻ, നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരു കാര്യമില്ലാതെ ഒരാൾക്ക് എടുത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല അച്ഛാ. ഇതുപോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ടാവുക. അതിന് നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും, അല്ലെങ്കിലേ നീ അവളെയും വിളിച്ച് വീട്ടിലേക്ക് വാ. വിളക്കൊളുത്തി സ്വീകരിക്കാൻ അവിടെ നിന്റെ അമ്മയില്ലെന്നല്ലേ ഉള്ളൂ. അവളില്ലാത്ത കുറവ് പലപ്പോഴും നീ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ന് കരുതി എനിക്ക് നിന്റെ മനസ്സ് കാണാൻ പറ്റില്ലെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. ഞാൻ നിന്റെ അച്ഛനല്ലോ. അച്ഛാ, നീയേ വീട്ടിലേക്ക് വാ കേട്ടോ. കേട്ടോ എനിക്ക് ചേട്ടാ അവനോട് ഞാൻ എന്നൊരു തീരുമാനം പറയാൻ പറഞ്ഞതാ. അവൻ എന്നെ വിളിച്ചില്ല, ഞാൻ അവനോട് വിളിക്കാനും പോയില്ല. ഇനി വിളിക്കണ്ട, അതുകൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഈ ഡീല് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അവന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, അവൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും. ചിന്തിക്കണം ചേട്ടാ. ഇപ്പോഴത്തെ പിള്ളേരെ സമയത്തിനെ പിടിച്ച് കെട്ടിച്ചില്ലെങ്കിലേ അവരിതുപോലെ വല്ല പ്രയാസത്തിലൊന്ന് വിടും. അത് നമ്മക്കാ പണി. എടാ ശിവ, ഇത്രയും വലിയ തുക നിന്നിട്ട് നാളെ നിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? എൻ്റെ തന്തേൻ്റെ ആളാരാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കെന്നെ നല്ലപോലെ അറിയാം. എൻ്റെ വാക്ക് അത് തന്നെ എൻ്റെ ഉറപ്പ്. അതുപോലെ 10 ലക്ഷം രൂപ അതിൻ്റെ ആവശ്യമില്ല. ചേട്ടൻ മാനിനാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ കാശ് അത് അവളുടെ സ്ത്രീധനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അമ്മാവാ, എനിക്ക് കിട്ടാനുള്ള കൊണ്ട് ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇതേ എനിക്കൊരു ബോണസാ. അപ്പൊ ശിവന്റെ ഉറപ്പിന്മേൽ ഞാൻ മുന്നോട്ട് പോവാം. പിന്നെ ഇവിടെ നടന്ന ഈ ഡീല് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടുകാർ നമ്മൾ സംസാരിച്ചോളൂ. എടാ ശിവ, ഇനി ഇത്രയും തോന്നിട്ട് പോകാനും മാത്രം മണ്ടനാണ് ഞാനെന്ന് നീ വിചാരിക്കണ്ട. രോമം കുറച്ച് കളിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് ശിവന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നല്ല മഴ വരാൻ പോകുന്നുണ്ട്. നീ വീട്ടിലേക്കല്ലേ? എടാ, അവളെ വിളിച്ചിട്ട് കിട്ടാത്തതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇടി മിന്നലും ഒക്കെ ഉള്ളതല്ലേ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടാവും. അതല്ല, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണെന്തിനാ? അവിടം വരെ പോയി ഒന്ന് അന്വേഷിച്ചാൽ തീരുന്ന കാര്യമില്ലുള്ളൂ. എന്നാ നീ വന്നേ,
എടാ നമുക്ക് ഒരുമിച്ച് പോവാന്ന്. ആ ശിവനെങ്ങാ മുന്നിൽ വന്ന് നിന്നാ അന്ന് നമ്മളെ തല്ലാൻ ആളെ വിട്ട കണക്കില്ലേ, അതും കൂടി അങ്ങ് തീർക്കാം. പിന്നെ പറയാനുള്ള കാര്യം അവളോടോ അമ്മയോടോ ആരോടാന്ന് വെച്ചാ ഇന്ന് പറഞ്ഞു തീർത്തേക്കണം. കേട്ടല്ലോ നീ? എടാ ആരോമലെ, പറ്റുമെങ്കിൽ നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ അവളെ വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുവന്നോണം കേട്ടാ. എടാ ഇങ്ങോട്ട് വാ. എടാ കരണ്ട് പോയാൽ ഇവർക്കൊരു തിരിയെങ്കിലും കത്തിച്ചു വെച്ചോട്ടെ. എടാ കരണ്ട് പോയതല്ല, ഇവന്റെ അമ്മാവിന്റെ വീട്ടിൽ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ആ എടാ ലക്ഷണം കണ്ടിട്ട് ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എടാ മാമൻ അറിയാതെ അവരെങ്ങോട്ട് പോയില്ല. നമുക്ക് പോയി നോക്കിയാലോ? ആ നീ വന്നേ. എന്നാ വാ നോക്കാം. അമ്മാവാ, അമ്മായി. ആ നീ പടിസൈറ്റിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാതെ ഇവിടെ കറങ്ങി കിടക്കുവാണോ? നല്ല മഴ വരുന്നുണ്ട്, വീട്ടിൽ പോകാൻ നോക്ക്. അഞ്ജലിയുടെ വീട്ടുകാരങ്ങോട്ട് പോയി. അവിടെ ആരും കാണുന്നില്ലല്ലോ. ആ അവര് പോയി. ആ അമ്മയ്ക്ക് കോടതിയിൽ നിന്ന് നോട്ടീസോ വാറണ്ടോ എന്തൊക്കെയോ വന്നെന്നും പറഞ്ഞ് ഭയങ്കര മരണമായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് അവർ എങ്ങോട്ടോ പോയി. എങ്ങോട്ടാ പോകുന്നൊന്നും പറഞ്ഞില്ല. വണ്ടി വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ കയറ്റി വിടാൻ പറഞ്ഞ് ഏൽപ്പിച്ചാ പോയത്. അമ്മാവൻ എന്നെ ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലോ. രണ്ടാൾക്കും എല്ലാം അറിയാവുന്നല്ലേ. ഞാനിന്ന് ഇച്ചിരി തിരക്കായി പോയടാ. ഇനി അതായിട്ട് കുത്തിപ്പൊളിക്കാൻ നിൽക്കണ്ട. നീ മേടിച്ചു കൊടുത്താ ഫോൺ ഇവിടെ ഏൽപ്പിച്ചാ പോയത്. ഇപ്പൊ എന്തായി? പെണ്ണ് തേക്കും ഞാൻ എന്നോട് പറഞ്ഞതാ. അപ്പൊ ഇവനെന്താ പറഞ്ഞത്? അവളാ ടൈപ്പല്ല. ചുമ്മാതിരിട കോപ്പു. ആ ഞാനൊന്നും പറയല്ല. എടാ അവള് പോയത് നന്നായി. എടാ നിനക്ക് വേറെ നഷ്ടമൊന്നും വന്നില്ലല്ലോ. ആ അങ്ങനെ കൂട്ടുകാരന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എടാ ബിംബി, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എനിക്കറിയായിരുന്നു. ആദ്യമായിട്ടടാ ഇങ്ങനെയൊക്കെ. എനിക്ക് അവളെ കുറെ ഇഷ്ടമായിരുന്നടാ. വെറുതെ കുറെ ആഗ്രഹിച്ച്. ഞാൻ പോവാ അമ്മാവാ, ഞാൻ വീട്ടിലേക്ക് പോവാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടാ എടാ ആരോമല എടാ നീ എന്താ ആരോമല ചോറ് വിളമ്പടി, നല്ല വിശപ്പുണ്ട്. നിങ്ങൾ എന്ത് മണ്ടത്തരവാ കാണിച്ചേ? അഞ്ജലി അമ്മ അവന്റെ വീട്ടിലേക്കാ പോയെന്നെങ്കിലും പറയരുതായിരുന്നു. അവൻ ആകെ മനസ്സ് വിഷമിച്ചാ പോയെ. പാവം. എടി ഇത് ഇങ്ങനൊരു സർപ്രൈസ് ആയിക്കോട്ടെടി. കുറേ നാൾ സങ്കടപ്പെട്ട് നടന്നതല്ലേ. അവനങ്ങ് വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷം ആയിക്കോളും. ചേട്ടനാണല്ലോ വിളിക്കുന്നേ. അളിയാ, ഒരുത്തനങ്ങോട്ട് കരഞ്ഞു പിഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവനെ ആ അതെന്നെ ഏർപ്പാടാ. നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് പോകുന്നതല്ലേ. എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? ആ ഞാൻ അങ്ങോട്ട് വരാം. എന്തു പറ്റി? ഓ
ആ ശിവൻ ഇപ്പം അഞ്ജലിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് പറയാ 10 ലക്ഷം രൂപ വേണ്ട 5 ലക്ഷം രൂപ മതി, അവൻ അതും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാവുന്നു. എന്നാ പിന്നെ 5 ലക്ഷം രൂപ അങ്ങ് കൊടുത്താ പോരെ, അവനെ പേടിക്കാതെ കല്യാണം നടത്താലോ. പ്രശ്നം അതല്ലടി. പിന്നെ ഞാനും അളിയനും കൂടെ കൂടി ആലോചിച്ചിട്ട് അവനൊരു 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തായിരുന്നു. ആരോടും പറയരുതെന്ന് അളിയൻ പറഞ്ഞുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. എന്റെ ദൈവമേ, 10 ലക്ഷം രൂപയോ? കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ചെടുക്കുന്ന അവന്റെ അടുത്ത് ഒരു രേഖയില്ലാതെ ഇത്രയും രൂപ കൊടുത്തേക്കുന്നോ? എവിടുന്നാ ഇത്രയും കാശ്? അത് അളിയൻ ആ പറമ്പ് വിറ്റ കാശില്ലേ ബാങ്കിൽ കിടന്നത്, ആ പൈസ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലല്ലോ, ജീവൻ തന്നെ ഇപ്പൊ അവസാനിപ്പിച്ചാലെന്ന് തോന്നുന്നു. നീ അവളെ മനസ്സിലാക്കണം. നമുക്ക് വിധിച്ചതാണെങ്കിലേ നമുക്ക് വരുള്ളൂ. നീ അതൊന്ന് മനസ്സിലാക്കി. ഒരു കാര്യമില്ല. ഞാൻ പോകണ്ട, എല്ലാം എന്റെ കയ്യിൽ പോയില്ല. ജീവിതം തന്നെ അവസാനിപ്പിച്ചാലും തോന്നുന്നു. ഇവിടെ നിന്നും അവളുടെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരൂടാ. ആരോമലെ ആരോമലെ ഓഫറടാ, നീ ഇത് ഓഫാക്കടാ. നീ എന്തിനും ടെൻഷൻ ആവണ്ടേ? ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അവൻ ആദ്യമായിട്ട് സ്നേഹിച്ചതാ, അതാണെങ്കിൽ ഇങ്ങനെയായി. പാവം നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലടാ ഇത്. നീ പോയി അമ്മാവനെ വിളിച്ചോട്ട് വാ. ഞാൻ പെട്ടെന്ന് പോയി വരാം.
തുടങ്ങി മക്കളെ. ഇത്രയും നാളും അവൻ ഈ കുടുംബം നോക്കി വളച്ചതല്ലേ. നല്ലവനെ ദൈവം നേരത്തെ വിളിക്കും. മക്കൾ അതോർത്ത് സങ്കടപ്പെടണ്ട. മക്കൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. അല്ല, കല്യാണത്തിന് കൂട്ടുകാരും കണ്ടില്ലല്ലോ. കൂട്ടുകാരൻ താൻ എന്നെ കണ്ട? ആ പറഞ്ഞ പോലെ തന്നെയും കണ്ടില്ലല്ലോ. അതെ, കല്യാണത്തലേന്നേ ആ മീശ മുളയ്ക്കാത്ത ചെക്കും കൊണ്ടുവന്ന പണിയാ. കാട്ടുകോഴിയേറ്റ് വാറ്റിയ സാധനം എന്നും പറഞ്ഞിട്ട് ഒരു ചാത്തൻ സാധനം കൊണ്ടു കഴിച്ചിട്ട് 2 ദിവസം ഞാൻ ബോധം കിട്ടി ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ചെക്കൻ്റെ കല്യാണം കാണാൻ പറ്റിയില്ല, മധുവിധന വരെ യാത്രയാക്കാനും പറ്റിയില്ല. എന്തൊരു കഷ്ടം നോക്കി. അല്ല, ആ ശിവൻ എന്ത് പറ്റി? എന്നോട് പിടിച്ചു കഴിയുക. ഞാൻ എങ്ങോട്ടേലും പോവാം. എൻ്റെ അച്ഛനും അമ്മാവും കൂടി എനിക്ക് കാശ് തന്നൊന്ന് എല്ലാം സോൾവാക്കിയതാ. അതൊന്ന് പിടിക്കടാ. ഞാൻ എങ്ങോട്ടേലും പോകണം. അതൊന്ന് പിടിക്കടാ. ആശുപത്രി കൊണ്ടുപോടാ. ഇതിനായിരുന്നു ഇവിടെ അച്ചു നീ ഇങ്ങനെ വിഷമിച്ചത്? ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല. ആ ജീവിതം എന്ന് പറയണത് ഈ കടല് പോലെ നീണ്ടതും അതിലുണ്ടാകുന്ന സന്തോഷ നിമിഷങ്ങൾ നമ്മൾ കേൾക്കുന്ന നല്ല ഗസല് പോലെയുമാ. ആ സമയത്ത് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ആ ഗസലും കേട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. ഇവിടെ ഇപ്പൊ സന്തോഷിക്കാൻ ഒരുപാടുണ്ടല്ലോ. നീയും നിന്റെ ആരോമലും അവന്റെ ആദ്യത്തെ പ്രണയവും. അതിൽ കൂടുതൽ എന്ത് വേണോടാ? ജസ്റ്റ് മൂവ് ഓൺ മാൻ. കാർമുകിൽ തോൽക്കും മുടിയിഴകളിൽ പുൽകി ഞാനെന്നും ഒന്നു പതിയെ വെൺമുകിൽ തോൽക്കും മിഴീണകളിൽ കണ്ടു ഞാനെന്നും എൻ പാതിയെ നീയാകുമീ ശ്രുതിയായി ചേരുമ്പോഴേ ഈറന്നിലാവിൽ മഴത്തുള്ളി
തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലൻ മനമെന്നോളം നിറയും ഈറന്നിലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം. മാനത്തമ്പിളി കണ്ടു ചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ആ മാനത്തമ്പിളി കണ്ടു ചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ഉള്ളിൽ ഇത്തിരി കള്ളുകിടന്നു നുരഞ്ഞു പതയുന്നേ, ശങ്കുപിടക്കണ നേരത്തൊരു തരി പുഞ്ചിരി നിറയുന്നേ. ഏതോ നോവിൻ നൊമ്പരമെല്ലാം എങ്ങുമായും ലഹരിയിലലിയാൻ ആരോ ഒരു തോണിപ്പാട്ടിന്റെ ഈണം തുടി കൊട്ടിപ്പാടുന്നേ. ദൂരെ മഴമേഘം വായുന്നേ, രാവിൻ നിറദീപം തെളിയുന്നേ. ആരാരും കാണാതെ ആരോമൽ തരികിട തരികിട കണ്ടേ, ഞാനും കണ്ടേ. താനാനെ താനാനെ താനേ താനാനെ 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 താനേ താനാനെ 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 താനേ താനാനെ 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 താനേ താനാനെ. മാനത്തമ്പിളി കണ്ടു ചിരിക്കണ താഴത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ഉള്ളിൽ ഇത്തിരി കള്ളുകിടന്നു നുരഞ്ഞു പതയുന്നേ, ചക്കുപിടക്കണ നേരത്തൊരു തരി പുഞ്ചിരി നിറയുന്നേ. ഏതോ നോവിൻ നൊമ്പരമെല്ലാം എങ്ങുമായും ലഹരിയിലലിയാൻ വാ. കണ്ണും കണ്ണും നോക്കണ നേരം കണ്ടൊരു കാര്യം മിണ്ടാതെ, കണ്ണും പൂട്ടി പാലു കുടിക്കും കണ്ടൻ പൂച്ചേ കണ്ടോ നീ. പമ്മി പമ്മി പതിയെ പതിയെ പാതിര നേരത്തവനെത്തി, മച്ചിലിരിക്കും ചുണ്ടലി കണ്ടു മീശ വിറച്ചു പാഞ്ഞോടി. അടിവച്ചടിവച്ചടിവച്ചങ്ങനെ പോകും നേരം കണ്ടല്ലോ, പാതി തുറന്നൊരു ജനലിനരികിൽ സുന്ദരിയായൊരു പെൺകൊടിയെ. താനാനെ 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 താനാനെ. ധീം തനന ധീം തനാന ധനതോ ധീം തനന ധീം തനാന ധനതോ. മണ്ണോരം നീതങ്ങൾ മണ്ണിൻ മടിത്തട്ടിൽ ചായ
ഒന്ന് നിന്നേ. ഇന്നീരാവിൽ പെയ്യാമഴയായി എന്നിൽ നിറയും അനുരാഗം പൂവിന്നിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലൻ മനമെന്നോളം നിറയും ഈറന്നീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം കാർമുകിൽ തോൽക്കും മുടിയിഴകളിൽ പുൽകി ഞാനെന്നും ഒന്നു പതിയെ വെൺമുകിൽ തോൽക്കും മിഴീണകളിൽ കണ്ടു ഞാനെന്നും എൻ പാതിയെ നീയാകുമീ ശ്രുതിയായി ചേരുമ്പോഴേ ഞാനാകുമീ ലയമായി ഒന്നാകവേ ഈറന്നീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം ഇന്നീരാവിൽ പെയ്യാമഴയായി എന്നിൽ നിറയും അനുരാഗം പൂവിന്നിതളിൽ മധു തേടും മധുവായി നിന്നെ തേടി എൻ മിഴികൾ ഈ വഴികളിൽ നുരചിതറിയ കനവുകളാലൻ മനമെന്നോളം നിറയും ഈറന്നീലാവിൽ മഴത്തുള്ളിയായി തോരാതെ പെയ്തിന്നു നീ വന്നുവോ പൂവിൽ തലോടുന്നൊരീ കാറ്റിനാൽ അലിയും അതിലൻ ഹൃദയം